ട്രെൻഡായ മഞ്ഞൾ ഗ്ലോ മാജിക്കിന് പിന്നിലെ ശാസ്ത്രം അറിഞ്ഞാലോ നമുക്ക്. മഞ്ഞൾപ്പൊടി മഞ്ഞച്ചിരിക്കാൻ കാരണം അതിലെ കുർക്കുമിൻ എന്ന പിഗ്മെൻ്റാണ്. ഇതൊരു പോളിഫിനോൾ സംയുക്തമാണ്. കുർക്കുമിൻ പിഗ്മെൻറ്റിന് ഫ്ലൂറസൻസ് എന്ന സവിശേഷ സ്വഭാവമുള്ളതാണ് മാജിക്കിലെ മഞ്ഞ തിളക്കത്തിന് കാരണം. എന്താണ് ഈ ഫ്ലൂറസൻസ്? വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ അവയിലെ ഇലക്ട്രോണുകൾക്ക് താഴ്ന്ന ഊർജ്ജനിലയിൽ നിന്നും ഉയർന്ന ഊർജ്ജനിലയിലേക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നു. ഉയർന്ന ഊർജ്ജനില അസ്ഥിരമായതിനാൽ താഴ്ന്ന ഊർജ്ജനിലയിലേക്ക് തന്നെ ഇലക്ട്രോണുകൾ തിരികെ എത്തുന്നു. ഇതിൻ്റെ ഫലമായി കുറച്ച് പ്രകാശവും പുറന്തള്ളപ്പെടുന്നു. ഈ പ്രതിഭാസത്തിനെയാണ് ഫ്ലൂറസൻസ് എന്ന് പറയുക. പിന്നെയും ചിലതുണ്ട് പറയാൻ. മഞ്ഞൾ തരികൾ വെള്ളത്തിൽ സ്വർണ്ണമഴയായി പെയ്ത് പ്രകാശം തരുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിൽ പൂർണ്ണമായി ലയിക്കില്ലേ? ഇല്ല, ഭാഗികമായി മാത്രമേ ലയിക്കൂ. അതുകൊണ്ട് തന്നെ പരീക്ഷണത്തിൽ നാം കാണുന്നത് മഞ്ഞൾ ലായനിയല്ല, മറിച്ച് മഞ്ഞൾ പൊടിയുടെ സസ്പെൻഷനാണ്. അതിനാലാണ് മഞ്ഞൾ തരികളുടെ ഒരു തരം മാജിക് തിളക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ചെറിയൊരു കാര്യം കൂടിയുണ്ടേ. മഞ്ഞൾപ്പൊടിയുടെ ചെറുതരികൾ പ്രകാശത്തെ ചിതറിക്കുകയും പല ദിശകളിലേക്ക് പായിക്കുകയും ചെയ്യും. ഇത് മഞ്ഞൾപ്പൊടി വെള്ളത്തിന് കൂടുതൽ തെളിച്ചം നൽകും. പ്രകാശത്തിൻ്റെ ഈ തട്ടിത്തെറിക്കലിനെയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയുടെ തരികളുടെ വലുപ്പം ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തോട് അടുത്തോ അതിനേക്കാൾ അല്പം കൂടുതലോ ആണെങ്കിലേ ടിൻഡൽ എഫക്റ്റ് ദൃശ്യമാവൂ.